നമസ്കാരം. അമ്മയ്ക്ക് പ്രസവ വേദന, മകൾക്ക് വീണവായന എന്ന ഒരു പഴയ പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അത് അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇപ്പൊ കാണിച്ചു തരാം. ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കന്മാരൊക്കെ വലിയ സങ്കടത്തിലായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അപ്പൊ അങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനിടയിലാണ് നമ്മുടെ VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത്. അണ്ണൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്. അതായത് ഒരു മലമുകളിൽ നിന്നിട്ട് 5-6 സ്റ്റൈലിലുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് ഫ്രണ്ട്സ്, മൗണ്ടൻസ്, നേച്ചർ, വൈബ്സ് എന്ന് പറഞ്ഞിട്ടേക്കാണ്. ആര്? VT ബൽറാം. അതായത് സ്വന്തം കൂട്ടുകാരൻ ജയിലിനകത്ത് കിടക്കുകയാണ്. മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. അങ്ങനെ അത്തരത്തിൽ ഈ അവിടുത്തെ പ്രസിഡന്റിനെ ഒന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിൽ നല്ല അടി മേടിച്ച് കൂട്ടുന്നതിനിടയിൽ ഒന്ന് ശബ്ദം ഉയർത്തേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട, അണ്ണൻ മലമോളി കയറി വൈബൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനടിയിൽ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ കയറി നല്ല ഒന്നാം തരം പൊങ്കാലയിട്ടിട്ടുണ്ട്. VT ബൽറാമിന് അടിച്ച് ഏറി കയറ്റിയെന്ന് പറയാതെ വയ്യ. ആ കമന്റുകളൊക്കെ ഞാനൊന്ന് വായിക്കാം. കമന്റൊക്കെ വന്ന ശേഷം അണ്ണൻ ഫോട്ടോസ് ടേക്കൺ എ ഫ്യൂ ഡേയ്സ് ബാക്ക് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. എന്തായാലും പോസ്റ്റ് ഇപ്പം മുക്കാൻ പറ്റാത്ത ലെവലിലാണ്. ഏകദേശം 1K കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 99% കമൻറ്റും അടിച്ച് ഏറി കയറ്റുന്ന കമൻറ്റുകളാണ്. എന്തായാലും അവരുടെ തന്നെ പ്രവർത്തകരുടെ കമൻറ്റ് വായിക്കാം. അതായത് ജോബി എന്ന് പറയുന്ന ഒരു ആളതിലിട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: നമ്മുടെ മുത്തകത്താണ്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ KM മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിട്ടേക്കാണ് ഒരുത്തന്നെ എരികേറ്റി അകത്താക്കിയിട്ട് മലമുകളിലെ വൈബ് ഹടാർ ഐറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ജോജൻ എന്ന് പറയുന്ന ആളിടുന്നു: ഈ പോസ്റ്റ് ആ മാങ്കൂട്ടത്തെ ആരും കാണിക്കാതിരിക്കട്ടെ. പിന്നെതാ ഒരു സന്തോഷം എന്ന് പറയുന്ന വ്യക്തി ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്: കൂട്ടത്തിലൊരാളെ അകത്താക്കിയിട്ട് ആഘോഷിക്കുകയാണല്ലേ. കബീർ എന്ന് പറയുന്ന ഒരു പ്രവർത്തകന്റെ രസകരമായുള്ള കമന്റ് ഉണ്ട്: കൂട്ടത്തിലൊരുത്തൻ പോലീസ് പൊക്കി ഇടതുവശം ശേഷിയില്ലാതെയും നട്ടലില്ലാതെയും ഒക്കെ ജയിലിൽ മൂട്ടകടി കൊണ്ട് കിടക്കുമ്പോഴാണോ സാറേ സർക്കിട്ട്? അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണവായന എന്ന ചൊല്ലിനെ അനർത്ഥമാക്കിയല്ലോ താങ്കൾ എന്നാണ് ആ പ്രവർത്തകൻ VT ബൽറാമിനോട് ചോദിക്കുന്നത്. ആ ഫോട്ടോ കാണുമ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു പോകും, ഒന്നും പറയാനൊന്നുമില്ല. പിന്നെതാ ഒരു ട്രോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്: പ്രദീപ് എന്ന് പറഞ്ഞ ഒരാളെ ട്രോൾ ചെയ്തിരിക്കുകയാണ്. അല്ലേ രാഹുൽ, ഞാനില്ലാതെ എൻ്റെ വീട്ടിയും പിള്ളേരും എന്തോരം സങ്കടപ്പെടുന്നുണ്ടാകും. മീനവയിൽ അല്ലേ VT സാർ എന്ന് പറഞ്ഞ് മറ്റൊരു കമന്റ്. ജിഷ്ണു ഇടുന്നു: രാഹുൽ അകത്ത്, ബൽറാം ആഘോഷത്ത്. കറക്റ്റ് കമന്റാണ്. പിന്നെ നൌഷാദ് ഇടുന്നത് എങ്ങനെയാണ്: വ്യാജൻ അകത്ത് കിടക്കുമ്പോൾ നേതാവ് ടൂർ അടിക്കുന്നു, ഊത്തമാർ പോലീസിന്റെ തല്ലുകൊണ്ട് കുണ്ടി പൊളിഞ്ഞോടുന്നു എന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. ഇട്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേറൊരാൾ ഇട്ടിരിക്കുന്നു എന്നാലും. അനന്ത എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: കൂടെയുള്ള ഒരുത്തൻ അകത്ത് കിടന്ന് ഇടികൊണ്ട് ഏറിൽ പോകുമ്പോൾ നീ ഇവിടെ ടൂറും പോയി ഫോട്ടോ ഇട്ട് കളിക്കുന്നു. ഇതും കൂടി അറിഞ്ഞിട്ടാകും ആ മനുഷ്യന് ഫലക്കുറവുണ്ടായത് എന്ന് പറയുന്നു. പിന്നെ 3 പാറയിൽ എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്നത്: ഇതാ കോൺഗ്രസ് ഒരു കാലത്തും ഗതി പിടിക്കാത്ത. ഒരു കണക്കിന് സത്യമാണ് കേട്ടോ. ഏതവസരത്തിൽ എന്ത് പറയണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാത്ത ഒരു പറ്റം നേതാക്കന്മാരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ശാപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിവരമുണ്ടെങ്കിൽ വെളിവുണ്ടെങ്കിൽ അധ്യക്ഷൻ അകത്ത് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് എടുത്തു വരും. ഇപ്പോൾ ഇത് നേരത്തെ എടുത്ത ഫോട്ടോ ആണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ നേരത്തെ എടുത്ത ഫോട്ടോ ആണെങ്കിൽ പോലും ഇങ്ങനൊരു അവസരത്തിൽ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ പാടുണ്ടോ? നേരത്തെ ഈ പറയുന്ന തൃത്താലയിൽ നിന്നൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു MLA കൂടിയാണ്, കോൺഗ്രസിന്റെ ശക്തനായ ഒരു നേതാവ് കൂടിയായിരുന്നു VT ബൽറാം. അദ്ദേഹമൊക്കെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട്, അതായത് ഈ അനവസരത്തിൽ പോസ്റ്റ് ഇട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകളിനെയൊക്കെ എന്ത് പേരിട്ട് വിശേഷിപ്പിക്കണം? എന്തായാലും വേറൊരാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: പോസ്റ്റ് മുക്കേണ്ടി വരുമല്ലോ, ഇനിയിപ്പോൾ മുക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാണാനുള്ളവരൊക്കെ കണ്ടല്ലോ. പിന്നെ നോളൻ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഇടുന്നു: കുറച്ചൊക്കെ ഔചിത്യബോധം വേണം സാർ. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉള്ളിലായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു, ആർക്കും ഒരു പ്രശ്നവുമില്ല. അതിന് പുറമെ ഇവിടെ പിക്ചർ അപ്ലോഡ് ചെയ്ത് കളിക്കുന്നു. എന്താണിതൊക്കെ? ആ ആള് ചോദിച്ചത് വളരെ കറക്റ്റാണ്, ഒന്നും അതിൽ തള്ളിക്കളയാനില്ല. പിന്നെ VT ബൽറാമിനെ ട്രോൾ ചെയ്തുകൊണ്ട് രഘു എന്ന് പറയുന്ന ആളിട്ടിരിക്കുന്ന കമന്റ് ഞാൻ വായിക്കാം: ആളുകൾ തിരിച്ചും മറിച്ചും ചോദിക്കും, 1 കൊല്ലം മുമ്പത്തെ ഫോട്ടോസ് ആണെന്ന് പറഞ്ഞാൽ മതി, മാങ്കൂട്ടത്തെ ഇനിയും ടെൻഷൻ ആക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരാൾ വിദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്ന പോസ്റ്റ് എങ്ങനെയാണ്: കൂടെയുള്ള ഒരുത്തൻ്റെ തലമണ്ടയ്ക്ക് അകത്ത് രക്തം കട്ട പിടിച്ചിരിക്കുമ്പോൾ ആണോ ചേട്ടാ നിങ്ങൾ മലമണ്ടയിൽ അടിച്ച് പൊളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറെക്കുറെയൊക്കെ സത്യമാണ്. പിന്നെ സനൂപ് എന്ന് പറയുന്ന ഒരാൾ ചോദിക്കുന്നു: ഒരുത്തൻ അകത്ത് കൊതുകടി കൊണ്ട് കിടക്കുന്നു, കൂട്ടത്തിൽ ഒരുത്തൻ ടൂർ പോയി രസിക്കുന്നു, യജ്ജാതി കൂട്ടുകാർ നൻപണ്ട. അടുത്തത് അനൂപ് എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ്: സാർ ഒരു മാന്യനാണ്,
പഴയ ഫോട്ടോ ആണെന്ന് പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ആ എഴുതി ചേർത്ത സാധനം കാണാനില്ല എന്നുള്ളതാണ് മറ്റു വസ്തുത. അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് വി ടി ബലറാമിന് അറിയില്ലാത്തത് കൊണ്ടാണോ, ഇനി അല്ലെങ്കിൽ ഇത് അറിയാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല, ഒന്ന് റീ എഡിറ്റ് ചെയ്തായിരുന്നു ചങ്ങാതി. പിന്നെ നിസാർ എന്ന് പറയുന്ന ആൾ ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: ഡിസ്ലൈക്ക് ഓപ്ഷൻ ഇല്ലാതെ പോയത് നിങ്ങളുടെ ഭാഗ്യമെന്നാണ്. വളരെ സത്യമാണ്. അതിൽ നിറഞ്ഞിരിക്കുന്ന കുമ്മനോജി കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തോന്നി. അതിന് ഡിസ്ലൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ തീർന്നാനെ. അമൽ എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരാൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജയിലിൽ കിടന്ന് നരകിക്കുമ്പോൾ നേച്ചർ വൈബ് ഉണ്ടാക്കാൻ പോയേക്കുന്നു പോലും എന്നാണ് പറയുന്നത്. വി ടി ബലറാമിന് നേരെ എന്ന് ഒരു പ്രവർത്തകൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തെ പോലൊരു വ്യക്തി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷൻ ജയിലിൽ കിടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. നേരത്തെ ചെങ്ങാതി ഇട്ടതുപോലെ തന്നെ അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണവായന, അത് തന്നെയാണ് സംഗതി. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോൺഗ്രസ് എവിടെയെങ്കിലും ഒരു സമരം നടത്തിയോ പ്രതിഷേധിച്ചോ നിങ്ങൾ കണ്ടോ? യൂത്ത് കോൺഗ്രസ്സുകാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും അക്രമവും കഴിച്ചുവിടുന്നുണ്ട്. ഞങ്ങളുടെ നേതാവിന് വേണ്ടി സമരങ്ങൾ നടത്തുന്നുണ്ടെന്ന് കാണിച്ചു കൂട്ടാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും പ്രതിഷേധം നടത്തി കണ്ടോ? മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയുടെ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. കണ്ടില്ലേ, നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് വൈബടിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ട് അകത്ത് പോയാൽ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണെന്ന് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും കേട്ടോ. എന്തായാലും കോൺഗ്രസ് ഈ ഇടക്കാലത്ത് തന്നെ പച്ച പിടിക്കുന്നുള്ള കാര്യത്തിലും ആർക്കും ഒരു സംശയമൊന്നുമില്ലല്ലോ. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് വി ഡി സതീശനുള്ള പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർക്കുമ്പോൾ ചിരി വരികയാണ്. മാധ്യമപ്രവർത്തകർ മുമ്പിൽ നിന്ന്, അതായത് ജയിലിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തെ, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ സന്ദർശിക്കാൻ വി ഡി സതീശൻ ചെല്ലുന്നത്. അങ്ങനെ കണ്ട് പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറയാണ്, നേരത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ എന്ന്. അതായത് നേരത്തെ അറസ്റ്റ് ചെയ്യാത്തതിലാണ് ഈ പറയുന്ന വി ഡി സതീശനൊക്കെ സങ്കടമെന്ന് തോന്നിപ്പോവുകയാണ്. എന്തൊക്കെയാകട്ടെ, എന്തായാലും വി ടി ബലറാമിന്റെ പോസ്റ്റോട് കൂടി തന്നെ മൊത്തത്തിൽ കോൺഗ്രസ് ഏറി കയറിയിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള പ്രതിബദ്ധതയും യൂത്ത് കോൺഗ്രസിനോടുള്ള പ്രതിബദ്ധതയും ഒക്കെ അതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം ആത്മാർത്ഥതയും ഈ പറയുന്ന നേതാവ് അകത്തുപോയതിൽ എത്രത്തോളം നൊമ്പരവും ഉണ്ടെന്ന് എന്തായാലും വി ടി ബലറാമിന്റെ മലമുകളിലെ വൈബ് കണ്ടപ്പോൾ നന്നായി മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഇത് രാഹുൽ മാങ്കൂട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ വല്ല ചങ്കുവദനെ വന്നു പോകും. സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എതിർ പാർട്ടിക്കാരാണ് ഇത്തരമുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് ആഘോഷമാക്കാറ്. ഇതിപ്പോ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ട്രോളാണല്ലോ ഇവിടെ രാഹുൽ. എന്തായാലും ഇങ്ങനെ ഒരു യുവജന സംഘടനയും ഇങ്ങനെ കുറെ നേതാക്കന്മാരും ഒക്കെ ഈ പാർട്ടിയിൽ മാത്രമേ കാണൂ. പ്രവർത്തകരുടെ ആത്മവീര്യം നശിപ്പിച്ച് ഇങ്ങനെ പ്രവർത്തകരെ അവരുടെ ആ പോരാട്ട വീര്യത്തെ തല്ലിക്കടത്താൻ ഇങ്ങനെ കുറച്ച് നേതാക്കൾ ഉള്ളിടത്തോളം കാലം കോൺഗ്രസ് സൂപ്പറാണ്. രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത കേസുകൂടി വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മൊത്തത്തിൽ അടപടലം പൂട്ടിക്കെട്ടാനുള്ള സാധ്യതയാണ് മൊത്തത്തിൽ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാകുമ്പോൾ, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ അകത്ത് കിടക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ശക്തമായൊരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താതെ, എങ്ങും ഇറങ്ങി പ്രതിഷേധിക്കാതെ ഇങ്ങനെ വൈബടിച്ച് കളിക്കുന്നത് കാണുമ്പോൾ എൻ്റെ പൊന്നു കോൺഗ്രസ് എങ്ങനെ സാധിക്കുന്നുവെന്ന് പറഞ്ഞു പോവുകയാണ്. സ്വന്തം പ്രവർത്തകർ തന്നെ നിങ്ങളടുത്ത് ചോദിച്ചു പോവുകയാണ്. എന്നിട്ടും ആ പോസ്റ്റ് ഒന്ന് നീക്കം ചെയ്യാനോ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനോ ചങ്കൂറ്റം കാണിക്കാത്ത വി ടി ബലറാമിനെ ആരും കാണാതെ പോകരുത്. അതൊരു വല്ലാത്ത തരം ചങ്കൂറ്റം തന്നെയാണ്. ആരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? നിങ്ങളാക്കി മാറ്റിയ നിങ്ങളുടെ പ്രവർത്തകരെയോ? നല്ലതാണ്. എന്തായാലും എന്തുകൊണ്ടാണ് തൃത്താലയിൽ ഇത്തവണ വി ടി ബലറാം നിലത്തിയാടിയതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഇതും ജനങ്ങൾ നന്നായി കാണുന്നുണ്ട്. നിങ്ങളെയൊക്കെ നന്നായി തന്നെ പ്രവർത്തകരും വിലയിരുത്തുന്നുണ്ട്. അല്ലെങ്കിലും പ്രവർത്തകർ അറസ്റ്റിലായപ്പോൾ ആരും പ്രതിഷേധിച്ചൊന്നും കണ്ടില്ലല്ലോ. നേതാവ് അറസ്റ്റിലായപ്പോൾ മാത്രമാണ് ഇവരെ പ്രതിഷേധിച്ച് കണ്ടത്. അതുകൊണ്ട് പിന്നെ ഇരട്ടത്താപ്പിനെ പറ്റിയും ഇരട്ട നീതിയെ പറ്റിയൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. അത് ഏറെക്കുറെയൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.